മുന്നണി മാറ്റ സാധ്യതകൾ കേരള കോൺഗ്രസ് എം തള്ളുമ്പോഴും ശ്രമം തുടരാൻ കോൺഗ്രസ്. ലയന സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി. മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കേരള കോൺഗ്രസ് പാർട്ടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം 5 വർഷക്കാലം മുമ്പ് നമ്മൾ എടുത്തത്. പാർട്ടിയുടെ ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് നിങ്ങളെടുത്ത് ചരിത്രം പരിശോധിച്ച് നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലപാടെടുത്തിട്ടുള്ളപ്പോഴൊക്കെ പൂർണ്ണമായ ചർച്ചകളും ഒരു കൺവിക്ഷൻ്റെ പുറത്താണ്. ആ നിലപാടുകൾ എപ്പോഴും മാറ്റാനുള്ളതല്ല. അപ്സ് ആൻഡ് ഡൗൺ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത്. LDF വിടില്ല എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവർത്തിച്ചുള്ള നിലപാട്. എന്നാൽ ജോസ് കെ മാണി ഒപ്പമെത്തിക്കാനുള്ള നീക്കം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണി ഒപ്പമെത്തുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ലയന സാധ്യത ഉൾപ്പെടെ പരിശോധിക്കാൻ PJ ജോസഫിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന. ജോസ് കെ മാണി എത്തിയാൽ കടുത്തുരുത്തി സീറ്റ് നൽകേണ്ടി വരുമെന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രതിസന്ധി. മോൻസ് ജോസഫ് ഏറ്റുമാനൂരിലേക്ക് മാറേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മോൻസിനെ ഇടതുപാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം CPM നടത്തുന്നുണ്ട്. മാണി C കാപ്പനിൽ നിന്നും സീറ്റ് ഏറ്റെടുത്ത് പാലായിൽ മത്സരിച്ചാൽ ജനങ്ങൾ കാപ്പനൊപ്പം വൈകാരികമായി വോട്ട് ചെയ്യുമെന്ന് ജോസ് കെ മാണി കരുതുന്നു. അതുകൊണ്ടുകൂടിയാണ് കടുത്തുരുത്തി എന്ന സാധ്യത തുറന്നിടുന്നത്. ഇടതുമുന്നണിയിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന സമ്മർദ്ദതന്ത്രം ഇപ്പോഴും കേരള കോൺഗ്രസ് എം പയറ്റുന്നുണ്ട്. കാരണം അങ്ങനെ ചർച്ച പാർട്ടി നടന്നിട്ടില്ല. ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ചർച്ചയില്ല. ഒരു അസംബ്ലി സീറ്റിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചയില്ല. അതൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം പാർട്ടി. കേരള കോൺഗ്രസിന്റെ ഈ സമ്മർദ്ദതന്ത്രം UDF പ്രവേശനം കൂടി മുന്നിൽ കണ്ടുള്ളതാണെന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകൾ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. G. ശ്രീജിത്ത്, News 18 കോട്ടയം.